മക്കളെ, നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് ടീച്ചറമ്മ വന്നിട്ടുള്ളത്. അതായത് ഒരുപാട് പേര് പറയുന്ന കാര്യമാണ്, ടീച്ചറമ്മ ഞങ്ങൾക്ക് ടീച്ചറമ്മയെ കാണണം, എപ്പോഴാ ഒന്ന് കാണാൻ പറ്റുക. തിരുവനന്തപുരം നിവാസികൾക്കൊരു സന്തോഷ വാർത്ത. ടീച്ചറമ്മ തിരുവനന്തപുരത്ത് എത്തുകയാണ് 29-ാം തീയതി അല്ലെ. പൂജപ്പുര ക്ഷേത്രത്തില് ടീച്ചറമ്മയെ പ്രഭാഷണത്തിനായിട്ട് വിളിച്ചിട്ടുണ്ട്. എന്റെ ലൈഫിലെ ആദ്യത്തെ പ്രഭാഷണമാണ് കേട്ടോ. ഒരു അമ്പലത്തില് പ്രഭാഷണം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പൂജപ്പുര നിങ്ങൾക്ക് അറിയാലോ, സരസ്വതി മണ്ഡപത്തിൽ അവിടെ ഒരു ഉത്സവം പോലെയാണ് എഴുത്തിനിരുത്ത് വിദ്യാരംഭം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മഹനീയമായ ചടങ്ങിൽ ഒരുപാട് വിശിഷ്ടാതിഥികൾ പങ്കെടുക്കുന്ന അല്ലേ ഏട്ടാ, ഒരുപാട് വിശിഷ്ടാതിഥികൾ പങ്കെടുക്കുന്ന ആ ഒരു ചടങ്ങിലേക്ക് എന്നെ പ്രഭാഷണത്തിനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. നമ്മുടെ അവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ട് അങ്ങനെ അവർ കോണ്ടാക്ട് ചെയ്തു, വരാമോ എന്ന് ചോദിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിലെ പ്രൗഡ് മൊമെന്റ് ആണ്, വൺ ഓഫ് ദ പ്രൗഡ് മൊമെന്റ്. കാര്യം ഏതൊരാളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അമ്പലത്തിലേക്ക് ഒരു പ്രഭാഷണം ചെയ്യുക. അപ്പോൾ ഞാനിതുവരെ പ്രഭാഷണം ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനത് എങ്ങനെയാണ് എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ വിചാരിച്ചു നമുക്ക് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ അത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ തിരുവനന്തപുരത്തുള്ളവരൊക്കെ വരിക. ഇനി തിരുവനന്തപുരത്തല്ല വേറെയുള്ള ജില്ലകളിൽ നിന്ന് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും വരിക. 29-ാം തീയതി വൈകുന്നേരം എത്ര മണിയായിട്ട് 4:30 മുതൽ 6 വരെയുള്ള 1.5 മണിക്കൂറാണ് പ്രഭാഷണം. നിങ്ങൾ വരിക, നമുക്ക് മീറ്റ് ചെയ്യാം. ടീച്ചറമ്മയുടെ കൂടെ ഒന്ന് സെൽഫി എടുക്കാം. ടീച്ചറമ്മ നിങ്ങളെ കെട്ടിപ്പിടിച്ച് തെറ്റിലുമ്പ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ വരിക. എന്തായിട്ടാ പറയാനുള്ളത്? നല്ലൊരു അവസരമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു അമ്പലമാണ് തിരുവനന്തപുരത്ത് ഈ സരസ്വതി മണ്ഡപം എന്ന് പറഞ്ഞാൽ എഴുത്തിനെത്തുന്ന ഒരു ക്ഷേത്രമാണ്. അവിടെ പ്രഭാഷണം, അതിനു മുമ്പുള്ള പ്രഭാഷണം എന്ന് പറഞ്ഞാൽ പ്രൊഫസർ സുധീരൻ നായരുടെ പ്രഭാഷണമുണ്ട്, ADGP ശ്രീജിത്ത് സാറിന്റെ പ്രഭാഷണമുണ്ട്. അങ്ങനെ വലിയ വലിയ ആൾക്കാരുടെ പ്രഭാഷണമാണ് അതിന്റെ മുന്നേയുള്ള ദിവസങ്ങളുള്ളത്. ഇത് കറക്റ്റ് ടീച്ചറിന്റെ പ്രഭാഷണം വരുന്നത് പൂജ വയ്ക്കുന്നതിനന്നാണ് 29th സെപ്റ്റംബർ 4:30. ഏറ്റവും ഇമ്പോർട്ടന്റ് എല്ലാവരും എത്തുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസം തന്നെ നമുക്ക് പ്രഭാഷണത്തിന് കിട്ടി. അങ്ങേയറ്റം ദൈവത്തോട് നന്ദി പറയുന്നു. കണ്ണ് നിറയാണ് കേട്ടോ മക്കളെ, പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം പൂജപ്പുരയൊക്കെ വെച്ചാൽ ഞങ്ങള് ചെറുപ്പമൊന്നുമല്ല, ഞങ്ങള് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ മക്കൾ ആർമി സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അവിടെ അമ്പലത്തിലൊക്കെ സ്ഥിരം പോകുമ്പം അവിടേക്ക് ഒരു പ്രഭാഷകയായി നമ്മളെ ക്ഷണിക്കുന്നൊന്നും ജീവിതത്തിൽ ഒരിക്കലും കരുതിയിട്ടുള്ളതല്ല. ഒരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പോൾ അവിടുന്ന് കമ്മിറ്റി മെമ്പേഴ്സ് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ശരിക്കും സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു. അപ്പൊ എല്ലാവരും വരുമല്ലേ ടീച്ചറമ്മയെ കാണാൻ? വരുമെന്നുള്ളവര് തീർച്ചയായിട്ടും വരുമെന്ന് കമന്റിലിടുക കേട്ടോ. അപ്പൊ ബൈ.